ഇപ്പം നമുക്കൊപ്പം പനവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി നമുക്കൊപ്പം അതിഥിയായി ചേരുന്നുണ്ട്. സ്വാഗതം ശ്രീമതി മിനി. എത്രയോ തവണ നിങ്ങളടക്കം പരാതി പറഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് ആരുടെ ഭാഗത്തെ വീഴ്ചയാണ്? ആരാണ് അക്ഷയുടെ മരണത്തിന് ഉത്തരവാദി? പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മളിൽ അറിയപ്പെടുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഉടനടി വസ്തു ഉടമകൾക്ക് നോട്ടീസ് കയറ്റുകയും അത് പരാതിയായിട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധയിൽപ്പെടുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഉടനടി നമ്മളതിന് പരിഹാരം കാണുന്നുണ്ട്. ഇവിടെ സംഭവിച്ചത് എനിക്കറിയാൻ കഴിഞ്ഞത് നമ്മുടെ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥയെന്ന് പറയാൻ പറ്റത്തില്ല. അവിടെ ജമാഅത്ത് കമ്മിറ്റിയുടെ ഭാഗത്തു നിന്ന് ഈ പ്രൈവറ്റ് വസ്തുക്കാരുടെ ഉടമയെ അറിയിക്കുകയും ഒരുപാട് കുട്ടികൾ സഞ്ചരിക്കുന്ന റോഡായതുകൊണ്ട് അവിടെ ഒരു മരമല്ല കുറേ മരങ്ങൾ അപകട ഭീഷണിയിലാണെന്ന് 4 മാസം മുമ്പേ അറിയിക്കുകയും നമ്മുടെ വാർഡ് മെമ്പർ വൈസ് പ്രസിഡന്റ് കൂടിയാണ്, വൈസ് പ്രസിഡന്റിൻ്റെ സാന്നിധ്യത്തിൽ അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അവരത് മുറിച്ചു മാറ്റുന്നതിന് വേണ്ട നടപടി കൈക്കൊണ്ടിട്ടില്ല. പക്ഷെ പഞ്ചായത്തിൽ ഇതിനെക്കുറിച്ച് അവർ ജമാഅത്തിൻ്റെ ഒരു റിക്വസ്റ്റായിട്ട് ജമാഅത്ത് തന്നിട്ടുമില്ല. അപ്പോൾ ജമാഅത്ത് അവരെ നേരിട്ട് വിളിക്കുകയും പറയുകയുമാണ് ചെയ്യുന്നിരുന്നതാണ് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ വൈദ്യുതി ലൈനിന് ഭീഷണിയായി നിൽക്കുകയാണെങ്കിൽ സാധാരണ ഇതിൽ KSEBക്ക് അത് മുറിച്ചു നീക്കാനുള്ള അധികാരമുണ്ടല്ലോ, അവരത് പലയിടത്തും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ എന്താണ് KSEBക്ക് അത് ചെയ്യാനുള്ള ഒരു തടസ്സം എന്തെങ്കിലും ഉണ്ടോ? ഈ തോട്ടത്തിന്റെ ആളുകൾ സമ്മതിക്കാത്തതാണോ? എന്താണ് കാരണം? ഇവിടെ എനിക്ക് പല കാര്യങ്ങളിലും ഞങ്ങൾ ഇതുപോലെ മരം നമ്മുടെ ലൈനിൽ കൂടെ കിടക്കുമ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യം ഇപ്പോൾ ഉള്ളൊരു കാര്യം അവർ പറയുമ്പോൾ തന്നെ നമ്മൾ ലൈൻ അഴിക്കണമെങ്കിൽ ഇത്രായിരം രൂപ എന്നൊക്കെയുള്ള ചില സാങ്കേതിക തത്വങ്ങൾ അവർ പറയാറുണ്ട്. അപ്പോൾ PWDയിൽ നമ്മൾ പനവൂർ ഗ്രാമപഞ്ചായത്തിലൊരു 4-5 മരം വളരെ അപകട ഭീഷണിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അത് PWDയുമായി ബന്ധപ്പെട്ട് തന്നെ അത് ജീവനും സ്വത്തിനും ഭയങ്കരമായ നാശനഷ്ടം ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് എത്തുകയും അത് ഉടൻ തന്നെ അതിന് പരിഹാരം കണ്ട് നമ്മൾ ഒരു 4 വലിയ മരങ്ങൾ മുറിച്ച് അതിന് പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ലൈനിൻ്റെ കാര്യമാണ്, അതിലൊരു KSEBയും കൂടി എനിക്ക് ഒരു പഞ്ചായത്തിൻ്റെ അധ്യക്ഷ എന്നുള്ളതിൽ എനിക്കൊന്ന് പറയുവാനുള്ളത്, നമ്മുടെ ലൈൻ 11 kV ലൈനുകൾ മരത്തിൻ്റെ അടിയിൽ കിടക്കുമ്പോൾ അത് നമ്മൾ മുറിച്ചു മാറ്റണമെന്ന് റിക്വസ്റ്റ് കൊടുക്കുകയും അവർ നമ്മുടെ 15,000 അല്ലെങ്കിൽ 6,000 7,000 രൂപ ഇങ്ങനെ വരെ അവർ ആദ്യം ഇങ്ങനെ പറയുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ നമ്മൾ ഈ എല്ലാ ലൈനുകളും അഴിച്ചു മാറ്റി മുറിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഫണ്ട് അപര്യാപ്തമായതുകൊണ്ടാണ്. എങ്കിലും നമ്മൾ കഴിയുന്നത്ര നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇതിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്, ഞാൻ അവിടെ ഒന്ന് വന്നു, പക്ഷെ അത് ഈ പോസ്റ്റ് എന്ന് പറയുന്നത് കാലപ്പഴക്കം ചെന്ന ഒരു പോസ്റ്റ്. പഞ്ചായത്ത് അധ്യക്ഷ എന്ന നിലയിൽ KSEBക്കാരോട് ചോദിച്ചിരുന്നു, ഇത്രയും ദുർബലാവസ്ഥയിലുള്ള ഒരു പോസ്റ്റ് മാറ്റാൻ നാട്ടുകാർ ആവശ്യപ്പെട്ടിട്ട് എന്തുകൊണ്ട് KSEB അത് മാറ്റിയില്ല? ഈ റബ്ബർ മരം വെട്ടി മാറ്റുന്നത് പോകട്ടെ, ഒരുപക്ഷെ നല്ല പോസ്റ്റ് ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ ലൈൻ പൊട്ടി വീഴാതെങ്കിലും നിന്നേനെ. അതെന്തുകൊണ്ട് KSEBക്കാർ ചെയ്തില്ല? അവരിൽ നിന്നറിയാൻ ഉടനെ മാറ്റിക്കൊണ്ടിരിക്കുക എന്നുള്ള അഭിപ്രായമാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഉടനെ മാറ്റും എന്നാണ്, അതായത് എനിക്ക് മനസ്സിലായില്ല. ഉടനെ മാറ്റിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ മാറ്റാൻ നടപടി ആരംഭിച്ചിരുന്നോ? ആ പേപ്പർ വർക്ക് എന്താ പ്രശ്നം എന്തായിരുന്നു? അവർ നടപടി ആരംഭിച്ചത് പല സ്ഥലത്തും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്ഥലം പോസ്റ്റ് മാറ്റുന്ന നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മാറ്റുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് ശ്രീമതി വിനി, ഇത്രയും നാളുകളായി ആളുകൾ പരാതിപ്പെടുന്നതാണ്, അത്രയും അപകട സാധ്യതയുണ്ട്. ഇപ്പൊ കുട്ടികളൊക്കെ ഒരുപാട് വരുന്ന സ്ഥലമായിട്ട് അവിടെ കുറച്ചുകൂടി പ്രയോറിറ്റി കൊടുക്കേണ്ട സ്ഥിതി ഉണ്ടായിരുന്നില്ലേ? അതോ ഇതിലും അപകടകരമായ അവസ്ഥയിലാണോ മറ്റു പലയിടത്തും ഇലക്ട്രിക് പോസ്റ്റുകൾ നിൽക്കുന്നത്? ഇല്ല, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ ബന്ധപ്പെടുമ്പോൾ പറയുന്നത് എല്ലാ മേഖലകളിലും കാലഹരണപ്പെട്ട പോസ്റ്റ് മാറ്റിക്കൊണ്ടിരിക്കുന്നു, അത് ഉടനെ തന്നെ മാറ്റും എന്നൊരു അറിയിപ്പാണ് എനിക്ക് കിട്ടുന്നത്. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ദാരുണമായ ഒരു അന്ത്യം, കാരണം നമ്മളറിയാം തേവലക്കര ഇതിൻ്റെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ഷോക്ക് വിട്ട് മാറുന്നതിന് മുമ്പ് തന്നെ അടുത്തൊരു ഷോക്ക് വന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പഞ്ചായത്തിലെ ആകെ ഉള്ള ജനങ്ങൾ പനയമ്പുട്ടം പ്രദേശവാസികളും 19 വയസ്സായ സുരേഷ് ശാലിനി ദമ്പതികളുടെ രണ്ടാമത്തെ മകൻ 19 വയസ്സുള്ള ഒരു യുവാവാണ് മരിച്ചത്. അത് അതീവ ദാരുണം എന്ന് പറയാൻ
പോലും എങ്ങനെ പറയണം എന്നുകൂടി അറിയില്ല. ആ മാതാപിതാക്കളുടെ സങ്കടം രാവിലെ ഞാൻ വീട്ടിൽ പോയി കണ്ടു. ശ്രീമതി മിനി, എന്തായാലും സങ്കടകരമായ അവസ്ഥയാണ്.